നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. അങ്ങനെ കോഴിക്കോട് ജില്ലയിലെ വിവാദമായ തിരുവമ്പാടി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കും. മുസ്ലിം ലീഗിന്റെ കയ്യിലിരിക്കുന്ന തിരുവമ്പാടി സീറ്റ് കോൺഗ്രസിന് നൽകാൻ ലീഗിൽ തത്വത്തിൽ ധാരണയായി കഴിഞ്ഞു. തിരുവമ്പാടിയിൽ ഒരു കോൺഗ്രസ് ക്രൈസ്തവ സ്ഥാനാർത്ഥി വേണമെന്ന് താമരശ്ശേരി ബിഷപ്പടക്കം ക്രൈസ്തവ നേതാക്കൾ നിരവധി തവണ കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതാണ്. ഇപ്പോൾ ആ സീറ്റ്, തിരുവമ്പാടി സീറ്റ് ലീഗിന്റെ കയ്യിലാണ്. ലീഗിന്റെ സ്ഥാനാർത്ഥി അവിടെ നിന്ന് തോൽക്കുകയാണ് പതിവ്. തിരുവമ്പാടിയിൽ 20% ക്രൈസ്തവരുള്ളൂവെങ്കിലും അവർ കൃത്യമായി എൻ ബ്ലോക്കായിട്ട് ക്രൈസ്തവ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും. അങ്ങനെ ആ സ്ഥാനാർത്ഥി വിജയിക്കും. CPM അവിടെ വിജയിക്കുന്നതിൻ്റെ പ്രധാന തന്ത്രം ഇതാണ്. ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ CPM കൊണ്ട് നിർത്തുകയും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി UDF നിർത്തുകയും ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ 20% ക്രൈസ്തവ വോട്ടുകൾ എൻ ബ്ലോക്കായി ആ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിക്ക് പോകും. അങ്ങനെ CPM അവിടെ ജയിക്കും. എന്നാൽ ഇത്തവണ തിരുവമ്പാടി സീറ്റ് പിടിച്ചെടുക്കണമെന്നാണ് UDFന്റെ ആഗ്രഹം, കോൺഗ്രസിന്റെ ആഗ്രഹം, ലീഗിന്റെ പ്രത്യേകിച്ചും ആഗ്രഹം. ജോസ് കെ മാണി UDFിലേക്ക് വരികയാണെങ്കിൽ ആ സീറ്റ്, തിരുവമ്പാടി സീറ്റ് ജോസ് കെ മാണിക്ക് നൽകാൻ മുസ്ലിം ലീഗ് പൂർണ്ണമായും സന്നദ്ധരായിരുന്നു. പക്ഷേ ജോസ് കെ മാണി വന്നില്ല. അദ്ദേഹം തൻ്റെ പാർട്ടി പിളരുമെന്ന് ഭയന്ന് അവിടെ CPMൽ തന്നെ, ഇടതുമുന്നണിയിൽ തന്നെ ഇരുപ്പുറപ്പിച്ചു. ഏതായാലും ഇത്തവണ തിരുവമ്പാടി സീറ്റ് ഉറപ്പായിട്ടും UDFിൽ കോൺഗ്രസ് ഏറ്റെടുക്കും. കോൺഗ്രസിന്റെ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി തിരുവമ്പാടി സീറ്റിൽ വരുമെന്നാണ് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലീഗ് തിരുവമ്പാടി സീറ്റിന്മേലുള്ള തങ്ങളുടെ അവകാശവാദം ഉപേക്ഷിച്ച് മാതൃക കാട്ടുകയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ലീഗ് അങ്ങനെ മാതൃക കാണിക്കുന്നതിൻ്റെ പിന്നിൽ കേരളത്തിലെ ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ വിഭജിക്കപ്പെട്ടു പോയാൽ അതുകൊണ്ട് ഗുണം CPMനാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ വിഭജിക്കപ്പെടാതെ ഒരുമിച്ച് UDFിന്റെ പട്ടിയിൽ വീഴാൻ ഇത്തരം ചില ത്യാഗങ്ങൾ അത്യാവശ്യമാണെന്നാണ് ലീഗ് നേതൃത്വം കരുതുന്നത്. അങ്ങനെ വരുമ്പോൾ തിരുവമ്പാടി സീറ്റ് ലീഗ് കൈയൊഴുകുകയും കോൺഗ്രസിൻ്റെ ഒരു ക്രൈസ്തവ നേതാവ് തിരുവമ്പാടിയിൽ മത്സരിക്കുകയും ചെയ്യും. മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം അവിടെ മത്സരിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിപ്പിക്കുന്നത്. VS ജോയി ക്രൈസ്തവനാണെങ്കിലും പെന്തക്കോസ്തുകാരനാണ്. അവിടെ കത്തോലിക്കർക്കാണ് വലിയ ഭൂരിപക്ഷം. താമരശ്ശേരി രൂപതയും കത്തോലിക്ക രൂപതയാണ്. കത്തോലിക്കർ പൊതുവെ പെന്തക്കോസ്തുകാരെ അടുപ്പിക്കാറുള്ള ഒരു കാര്യത്തിൽ. എന്നാലും VS ജോയിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാൽ എന്താണ് കുഴപ്പം? ഒന്നുമില്ലെങ്കിൽ അദ്ദേഹം ഒരു ക്രൈസ്തവനല്ലേ എന്നുള്ളൊരു ചിന്ത അവിടുത്തെ ക്രൈസ്തവർക്കിടയിലുണ്ട്. സഭ ഏതായാലും അല്ലെങ്കിൽ ബിഷപ്പ് രൂപതയൊന്നും VS ജോയിക്ക് അനുകൂലമായി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ VS ജോയി അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാൽ സഭ എതിർക്കില്ല എന്നുള്ള സൂചന അവർ നൽകി കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ VS ജോയി, മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയി തന്നെ അവിടെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലമ്പൂരിൽ നേരത്തെ VS ജോയിക്കാണ് സീറ്റ് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ആര്യാണ ഷൗക്കത്തിന് കൊടുക്കേണ്ടി വന്നു. അതൊരു അനിവാര്യതയായിരുന്നു. ഒരു മുറുമുറുപ്പും പ്രകടിപ്പിക്കാതെ ജോയി തൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ ജോയിക്ക് ഒരു ഉറപ്പുള്ള സീറ്റ് കൊടുക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധി കോൺഗ്രസ് നേതൃത്വത്തിനും UDF നേതൃത്വത്തിനും ലീഗ് നേതൃത്വത്തിനുമുണ്ട്. അങ്ങനെയാണ് തിരുവമ്പാടി സീറ്റ് ജോയിക്ക് കൊടുക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചതും. കോൺഗ്രസും അത് സമ്മതിച്ചു കഴിഞ്ഞു. ഇത് ലീഗിന്റെ സമ്മതം കിട്ടിക്കഴിഞ്ഞു. ഏതായാലും തിരുവമ്പാടി സീറ്റ് ലീഗ് കോൺഗ്രസിന് വിട്ടുകൊടുക്കുമ്പോൾ അവിടെ VS ജോയി അല്ലാതെ വേറൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസിന് സ്വപ്നം കാണാൻ കഴിയില്ല എന്നാണ് പാർട്ടി നേതാക്കൾ പറയുന്നത്. ഏതായാലും VS ജോയി മികച്ച സ്ഥാനാർത്ഥി തന്നെയായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ വിജയത്തിന്റെ കാര്യം എങ്ങനെയാണെന്നുള്ള ഇപ്പോൾ ലിൻഡോ ജോൺ, CPMൽ ലിൻഡോ ജോണൊക്കെ നല്ല മിടുക്കനായ MLA ആണെന്നാണ് പറയുന്നത്. ഏതായാലും നല്ല കടുത്ത മത്സരത്തിന് തിരുവമ്പാടി തവണ ഒരുങ്ങുകയാണെന്ന് സൂചന ലഭിച്ചു കഴിഞ്ഞു.